ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം രാവിലെ തന്നെ അമ്മായി ക്ഷീണാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അപ്പം നേരത്തെ ഏട്ടന് ഓട്ടം ഉണ്ടായിരുന്നു. അപ്പോൾ ഏട്ടൻ ഇന്ന് രാവിലെ 7 മണിയാകുമ്പോഴേക്കിന് പോയിരിക്കണു. 6:30 ആയപ്പോഴത്തേന് ഏട്ടൻ ഓട്ടം പോയി കേട്ടോ. അപ്പോൾ കുളിച്ചിട്ടൊന്നുമില്ല, വന്നിട്ട് കുളിക്കാൻ നല്ല ചൂടല്ലേ, രാത്രിയും പകലും ഒക്കെ ഒരേപോലത്തെ ചൂടല്ലേ ഇപ്പോൾ. അവിടെ ഉറങ്ങാനൊന്നും പറ്റുന്നില്ല. കുട്ടിക്കാണെങ്കിൽ കുട്ടി ഇന്നലെ തന്നെ രാത്രി ഉറങ്ങിയിട്ട് നീക്കുന്നേ ഇല്ല. അവൾ ആകെ തളർന്നു പോയിട്ട് ആകെ പേടിച്ചുട്ടോ എല്ലാവരും. തോന്നി ബേബി ഈ സമയത്ത് അതാ ചെറിയമ്മായി അതാ ജോലിക്ക് പോവുകയാണ്. അപ്പോൾ കുറേ ദിവസത്തിന് ശേഷം ഒരു പണിക്ക് പോവുക കേട്ടോ. ഞാൻ വീട്ടിൽ പോണേനൊക്കെ മുന്നേ അവർ പണിക്ക് പോയതാണ്. അപ്പോൾ പോണ്ട, ഈ വെയിലൊക്കെ ഒന്ന് താഴട്ടെ, നല്ല ചൂടാണ്, താങ്ങാൻ പറ്റുന്നില്ല. പാലക്കാടൻ ചൂട് നിങ്ങൾ വാർത്തയിലൊക്കെ കേൾക്കണതല്ലേ, 45 ഡിഗ്രിയിൽ കൂടുതലായിരിക്കണം ഉഷ്ണതരംഗമൊക്കെ വന്ന സ്ഥിതിക്ക് ഇനി പോകണ്ടെന്നൊക്കെ ഏട്ടന്മാർ കുറേ പറഞ്ഞു. പക്ഷെ ഒന്നും പറഞ്ഞൊന്നും കേട്ടില്ല. എന്നിട്ട് അങ്ങനെ പോയിട്ടോ ചെറിയമ്മായി. പിന്നെ ഇന്ന് രാജീവേട്ടന് ഇന്ന് ലീവാണ്. അപ്പോൾ രാജീവേട്ടനും വെള്ളം പിടിക്കാൻ കൂടി കേട്ടോ. കിണറ്റിലും വെള്ളം കുറവാണ്. പിന്നെ അതേപോലെ തന്നെ ജപ്പാൻ വെള്ളം വരുന്നില്ല കേട്ടോ. അതുകൊണ്ട് ആകെ ബുദ്ധിമുട്ട്. ഈ രാവിലെ ഈ അടിക്കുന്ന വെള്ളം മാത്രം തന്നെ ഞങ്ങൾക്ക് കിട്ടുന്നുള്ളൂ. അപ്പോൾ അത് ഈ പുതിയ വീട്ടിൻ്റെ ഫ്രണ്ടത്തെ പൈപ്പിൽ മാത്രമേ ഉള്ളൂ വെള്ളം. അപ്പം ഞങ്ങൾ ഇവിടെ നിന്ന് പിടിച്ചിട്ട് അവിടേക്ക് കൊണ്ടുപോകണം കേട്ടോ. വീടിൻ്റെ അവിടേക്ക് അപ്പുറത്തെ വീട്ടിലേക്ക് കൊണ്ടുപോകണം. പിന്നെ അലക്കേണ്ട തുണികൾ ഇവിടെ ഇട്ടിരിക്കുകയാണ്. അമ്മായിയും വലിയേട്ടനും കൂടി ഇന്ന് വെള്ളം പിടിക്കണം. ഏട്ടൻ ഓട്ടം പോയിട്ട് പിന്നെ ഒരു 9 മണി 9:30 ആകുമ്പോഴാണ് വന്നത്. അപ്പോൾ താഴത്തെ അമ്മയും തന്നെ കുട്ടീനെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ട് കുട്ടീനെ കാണാൻ വേണ്ടി വന്നിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ധോനി ബേബി ഇന്ന് രാവിലെ തന്നെ ഒന്ന് ക്ഷീണ പറഞ്ഞിട്ടൊന്ന് മയങ്ങിട്ടോ. രാജേട്ടൻ പിന്നെ വരുമ്പോൾ ഞങ്ങൾക്ക് ദോശയൊക്കെ കൊണ്ടുവന്നു കേട്ടോ കഴിക്കാൻ. അപ്പം ഇന്ന് രാവിലെ കടിയൊന്നും ഉണ്ടാക്കാറില്ല. അപ്പോൾ ഇടയ്ക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക് വിശക്കാണെന്നൊക്കെ പറഞ്ഞപ്പോഴേ എന്നാൽ ശരി എന്നാൽ ദോശ കൊണ്ടുവന്നേരാന്നും പറഞ്ഞിട്ട് ഏട്ടൻ ദോശ കൊണ്ടുവന്നു തന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് അമ്മായി ഏതാ കുമ്പളങ്ങയും ചക്കക്കൂരും ഒക്കെ നുറുക്കി വെച്ചിട്ടുണ്ട് കറി വയ്ക്കാൻ. അപ്പോൾ ഒന്ന് മോരൊക്കെ താളിക്കുക, ഒരു പാക്കറ്റ് മോരുണ്ടാകുന്ന അത് താളിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അത് കറി ഇവർക്ക് എന്തായാലും കറി വേണ്ടേ, അപ്പോൾ അത് ഉണ്ടാക്കുക പറഞ്ഞു. ഇവരിപ്പോൾ ഇങ്ങനെയുള്ള കറികളൊന്നും കൂട്ടില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ അതാ അമ്മായി അത് നുറുക്കിയും കൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ വേഗം കുട്ടിക്കുള്ളത് അലക്കലൊക്കെ കഴിഞ്ഞ് വന്നിട്ടാണ് കേട്ടോ കുട്ടിക്ക് കോറയൊക്കെ അരച്ച് വെച്ച് അവൾക്ക് വിരകാനൊക്കെ തുടങ്ങിയത്. അത് കഴിഞ്ഞിട്ട് ഇനി അവൾ ഒന്ന് മയങ്ങിയിട്ടുണ്ട്. പെട്ടെന്ന് നീക്കും ചെയ്യും കേട്ടോ. ചൂട് കാരണം രാത്രിയും പകലൊക്കെ ഒരേപോലത്തെ ചൂടല്ലേ, എന്താണെന്നറിയില്ല, പുഴുക. ഫാൻ ഇട്ടിട്ടും അതിൻ്റെ ഉള്ളിലൊക്കെ എങ്ങനെ നമ്മൾ കിടക്കണോടത്തൊക്കെ കേട്ടോ. കാരണം ഫ്രണ്ടൊക്കെ ഷീറ്റ് ആയതുകൊണ്ട് വാതിലൊക്കെ അടച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ കട്ടച്ചുമരായതുകൊണ്ട് നമുക്ക് ജനലൊന്നും തുറന്നിടാൻ പറ്റില്ല. എന്തെങ്കിലും ഇഴജന്തുക്കൾ കയറി വന്നാലോ എന്ന് പേടിച്ചിട്ട് ജനലും ഒന്നും തുറന്നിടാൻ പറ്റില്ല കേട്ടോ. അതിൻ്റെ ഒരു പേടിയും കൊണ്ട് അങ്ങനെ. അതുകൊണ്ട് ഒരു വായു പോലും അകത്ത് കിടക്കില്ല കേട്ടോ. ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ചൂട് സഹിക്കാൻ പറ്റുന്നില്ല. പകലത്തെ ചൂടും പിന്നെ രാത്രിത്തെ ചൂടും കേട്ടോ. കുട്ടിയൊക്കെ എങ്ങനെയാണ് അവൾ ഉറങ്ങണമെന്ന് അറിയില്ല കേട്ടോ. അവൾ വാശി പിടിക്കുകയാണ്. ഞാനൊരു 4-5 പ്രാവശ്യമൊക്കെ തണുത്ത വെള്ളം കൊണ്ട് ഇങ്ങനെ മേല് കഴുകും കേട്ടോ. അപ്പോൾ കുട്ടിക്ക് കോറ വരകണതിൻ്റെ ഇടയിൽ ഞാനും അമ്മായിയും കൂടി ഞാനങ്ങനെ എന്തൊക്കെ എക്സ്പ്രഷനൊക്കെ കാട്ടുന്നുണ്ട് കേട്ടോ. ഓരോരോ കൂട്ടം കൂടുകയാണ്. അപ്പം അങ്ങനെ ഇതാ ചോറൊക്കെ അടുപ്പത്തായി. അമ്മായിയെ ചോറടുപ്പത്തിട്ട് കേട്ടോ. ഞാൻ അവൾക്ക് പിന്നെ കോറയൊക്കെ വരകി അവൾ നീച്ചായിരുന്നു. എന്നിട്ട് പിന്നെ അവളിനെ വേഗം കുളിപ്പിച്ച് വേഗം തലയും കൂടി ഞാനിട്ടോ ഒരു വെള്ളം ഇങ്ങനെ തണുപ്പ് പിടിപ്പിച്ച വെള്ളത്തിലാണ് കേട്ടോ അവളെ നിന്ന് കുളിപ്പിക്കുകയൊക്കെ ചെയ്യുക. തണുത്ത വെള്ളത്തിൽ കുളിപ്പിക്കുക കേട്ടോ. എന്നിട്ട് കുളിപ്പിച്ച് കഴിക്കാനൊക്കെ കൊടുത്ത് അവളെ കിടത്തി ഉറക്കിയിട്ടാണ് ബാക്കിയുള്ള പരിപാടി. പിന്നെ വേഗം അടിച്ചു വാരി തുടച്ച് ഇട്ടു. പിന്നെ ഇവരൊക്കെ രാജീവേട്ടനും ഇവരൊക്കെ ഉള്ളതല്ലേ. അപ്പോൾ ഉച്ചയ്ക്കൊക്കെ രാജേട്ടൻ വന്നാലും ശരിയാ നിരത്ത് അങ്ങനെ കിടക്കുക ചെയ്യുക. എന്നാലും നല്ല ചൂടായിരിക്കും കേട്ടോ. ആ സമയത്താണ് പച്ചക്കറിക്കാരൻ വന്നത്. അപ്പോൾ അവരുടെ അടുത്ത് കുറച്ച് പച്ചക്കറിയൊക്കെ മേടിച്ച് വലിയേട്ടൻ. പിന്നെ താഴത്തെ വീട്ടിലത്തെ അമ്മയും ഏട്ടനും താഴത്തെ വീട്ടിലൊക്കെ പോയിട്ട് കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞ് വീശടിയും കൊണ്ട് വീശിയ കറണ്ട് പോയിട്ട് ഞാനും അമ്മയും ചുട്ടിട്ട് വിയർത്തൊഴുകുകയാണ് കേട്ടോ. ഒരു നിവൃത്തിയില്ല പറഞ്ഞു, ഒരു നിവൃത്തിയില്ല. പാലക്കാടൻ ചൂട് നിങ്ങൾക്ക് വാർത്തയിലൊക്കെ കേൾക്കണമല്ലേ, എന്താ ചൂട് എന്ന് പറഞ്ഞറിയിക്കാൻ പറ്റണില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതാ ഏട്ടൻ കുറച്ച് വെള്ളമൊക്കെ അടിച്ചു കേട്ടോ. പിന്നെ വെള്ളം അടിക്കലൊക്കെ കഴിഞ്ഞ് ഓടിൻ്റെ പുറത്തൊക്കെ ഇത്തിരി തണുത്താലോ വെച്ചിട്ട് ഞാൻ അവരൊക്കെ ചോറുണ്ട് ഞാനും ഭക്ഷണമൊക്കെ കഴിച്ചു കേട്ടോ. പിന്നെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഞാൻ പറയാൻ വിട്ടുപോയിട്ട് നമ്മുടെ വീഡിയോ പുതിയ കൂട്ടുകാരാരെങ്കിലുമൊക്കെ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചേച്ചിമാരോ ചേട്ടന്മാരോ അല്ലെങ്കിൽ അനിയത്തിമാരോ അനിയന്മാരോ അമ്മമാരൊക്കെ നമ്മുടെ വീഡിയോ പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. കാരണം നിങ്ങളാണ് നമ്മുടെ ധൈര്യം. നിങ്ങളില്ലെങ്കിൽ പിന്നെ നമ്മളില്ല. നമ്മൾ മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ എല്ലാവരുടെയും സപ്പോർട്ടും സ്നേഹവും അത്യാവശ്യമാണ്. അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവരോടും നമ്മൾ ഒരുപാട് സ്നേഹം അറിയിക്കുകയാണ് കേട്ടോ. ഇനി നിങ്ങളുടെ സപ്പോർട്ടും സ്നേഹവും ഇനി മുന്നോട്ട് വേണം. അപ്പോൾ ഇതാ അമ്മായി ഭക്ഷണം കഴിക്കുക കേട്ടോ. പാവം അമ്മായി പഴുത്ത മാങ്ങ ഉപ്പൊക്കെ ഇട്ടിട്ട് ഒരു ചെനച്ച മാങ്ങ ഉപ്പൊക്കെ ഇട്ടിട്ട് അതും കൂടെ കഴിക്കുകയാണ്. അമ്മായിക്ക് ഇങ്ങനെ വീഡിയോ ഒക്കെ എടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇതുള്ളൊരു നിവൃത്തി ഇപ്പോൾ
എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ മാങ്ങ കിട്ടിയാൽ കഴിക്കുക, അതുപോലെ ഏതാ തണ്ണിമത്തം കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഒരാശേട്ടൻ, അത് കൂട്ടി കഴിക്കുകയാണ് ഇപ്പോൾ ഞങ്ങൾ കേട്ടോ. ഈ വേനൽക്ക് ഇപ്പോൾ ഇതല്ലാതെ വേറെ ഒരു നിവർത്തിയില്ല. കാരണം തണുത്ത വെള്ളം, ഫ്രിഡ്ജിൽ വെച്ച വെള്ളമൊന്നും ഞാൻ കുടിക്കാത്ത ആളാട്ടോ. ഞാനിപ്പോൾ അതാ കുടിക്കണത്. കാരണം ദാഹം നമുക്ക് നിൽക്കണേ ഇല്ല. ഇനിയിപ്പോൾ വേറെ നിവർത്തിയില്ല. കുട്ടിക്ക് അപ്പം അങ്ങനെ തണ്ണിമത്തം കൊണ്ടുവന്നപ്പോൾ അവളും തന്നെ കേട്ടോ, അവൾ കഴിക്കുന്നുണ്ട്. കൊടുത്തപ്പോൾ കുരുവൊക്കെ കളഞ്ഞിട്ടാണ് രാശനം കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ പല്ലൊന്നും വന്നിട്ടില്ല, എന്നാലും മോണ കുട്ടി കഴിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കുഞ്ഞു കുഞ്ഞു വീഡിയോകളാണ്, എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇതാ അങ്ങനെ അവൾ ഉറങ്ങി. കറി തന്നെ ആയിരുന്നു കേട്ടോ. ഇന്നത്തെ വിശേഷമൊക്കെ അത്രയേ ഉള്ളൂ.